പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജീവിതം അഗ്നിപരീക്ഷണങ്ങളെ നേരിടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷണത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിയാൻ സാധിച്ച 3 യുവാക്കളുടെ കഥയാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. ദാനിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമെന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകം എടുത്തു നോക്കി 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇതായിരിക്കില്ല കാണുക. കാരണം 3-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 3-ാമത്തെ അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾക്ക് മധ്യേ കുറേയേറെ വാക്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് അരമായ ഭാഷയിലുള്ളതാണ്. അതുകൊണ്ട് അരമായ ഭാഷയിൽ നിന്ന് എടുത്തതുകൊണ്ട് ഹീബ്രു ഭാഷയുടെ ഭാഗമല്ല. പ്രോട്ടസ്റ്റൻ്റ് ബൈബിളിൽ ഇത് കാനോനിക ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി കണക്കാക്കാറില്ല. കത്തോലിക്ക ബൈബിളിലാണ് കാണുക. അപ്പോൾ ചില പുസ്തകങ്ങളിൽ ഇത് 24-ാമത്തെ വാക്യമായിട്ട് കാണും, ചില പുസ്തകങ്ങളിൽ 3-ാം അധ്യായം 1-ാം വാക്യമായിട്ട് കാണും. ഇത് വാക്യത്തെക്കുറിച്ച് മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ആ 3 ഹെബ്രായ യുവാക്കളുടേത്. രാജാവിൻ്റെ കൽപ്പന മനഃപൂർവ്വം ധിക്കരിച്ചതിൻ്റെ പേരിൽ അവരെ തീച്ചൂളയിൽ എറിഞ്ഞിരുന്നു. രാജാവിനോട് കാണിച്ച ധിക്കാരം, അതിൽ കോപാവിഷ്ടനായ രാജാവ് നബുക്കദ്നേസർ അവരെ തീച്ചൂളയിൽ എറിയാൻ കൽപ്പിച്ചു. ആ തീച്ചൂള പതിവിലേറെ വളരെയധികം ഉയരത്തിൽ അഗ്നി ജ്വലിക്കത്തക്ക രീതിയിൽ 20 മീറ്റർ ഉയരത്തിൽ ചൂളയിൽ നിന്ന് പുറത്തേക്ക് അഗ്നി ജ്വലിക്കത്തക്ക രീതിയിൽ ജ്വലിപ്പിച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുക. ഈ 3 പേരെയും തീച്ചൂളയിൽ എറിഞ്ഞു. ആരായിരുന്നു ഈ 3 പേർ? എന്താണ് അവർ ചെയ്ത കുറ്റം? ബാബിലോൺ ചക്രവർത്തിയായ നബുക്കദ്നേസർ ബാബിലോണിലേക്ക് നാട് കടത്തിക്കൊണ്ടുവന്ന യഹൂദരുടെ ഇടയിൽ നിന്ന് അവരുടെ കുറേ ചെറുപ്പക്കാരെ ഭരണകൂടത്തിൽ ഉപകരണങ്ങളായി അവരുടെ രാജ്യസേവകന്മാരായി നിശ്ചയിക്കുന്നതിന് പ്രത്യേകം പരിശീലനം കൊടുത്തു. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 പേരായിരുന്നു ഇവർ. രാജാവ് ഉണ്ടാക്കിയ പ്രതിമയെ, സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കണം. ആ രാജാവിൻ്റെ പ്രതിമയെ ആരാധിക്കാത്തവരെല്ലാം തീച്ചൂളയിൽ എറിയപ്പെടും എന്ന് രാജാവിന് കൽപ്പനയുണ്ടായിരുന്നു. ഷാദ്രാഖ്, മെഷാഖ്, അബേദ്നേഗോ എന്ന ഈ 3 യുവ യഹൂദർ രാജകൽപ്പനയെ അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ധിക്കരിച്ചു. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല എന്ന തങ്ങളുടെ പിതാക്കന്മാരിൽ ലഭിച്ചിരിക്കുന്ന പാരമ്പര്യമനുസരിച്ചുള്ള കൽപ്പന അവർ ധിക്കരിക്കാൻ തയ്യാറായില്ല. ദൈവത്തെ ധിക്കരിക്കുന്നതിനേക്കാളും ഭേദം രാജാവിനെ ധിക്കരിക്കുകയാണ്. രാജകോപത്തിൽപ്പെടുന്നതാണ് ദൈവകോപത്തിനിരയാകുന്നതിനേക്കാളും മെച്ചം എന്നവർ വിശ്വസിച്ചു. അപ്പോൾ അതവർ രാജാവിനോട് ഏറ്റുപറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ രാജാവ് ക്രുദ്ധനായി അവരെ തീച്ചൂളയിൽ എറിയാൻ കൽപ്പിച്ചു. തീച്ചൂളയിലേക്ക് ഇവരെ എറിയാനായിട്ട് കൊണ്ടുവന്ന സേവകന്മാർ പോലും അഗ്നിയിൽ ജ്വലിച്ചു, ദഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചൂളയിലേക്ക് എറിയപ്പെട്ടവർക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അവർ രക്ഷപ്പെടുമെന്ന്. ഇന്നും സംഭവിക്കാം. അവർ രാജകൽപ്പന ധിക്കരിച്ചതിൻ്റെ പേരിലാണ് തീച്ചൂളയിൽ എറിയപ്പെട്ടത്. രാജാവിൻ്റെ കൽപ്പന ദൈവ നിയമത്തിന്, ധാർമ്മിക നിയമത്തിന് വിരുദ്ധമായിരുന്നു. ദൈവമല്ലാതെ മറ്റെന്തിനെങ്കിലും ആരാധിക്കുക അവർക്ക് നിഷിദ്ധമായിരുന്നു. അപ്പോൾ ദൈവാരാധന മുടക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നത് തന്നെ കുറ്റകരമായി കരുതുന്ന ഒരു വലിയ ഭരണ സംവിധാനത്തിൽ, അത് നാസി പ്രസ്ഥാനമാകാം, നിരീശ്വര പ്രസ്ഥാനങ്ങളാവാം, ആ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ദൈവത്തിനു വേണ്ടി, ദൈവവിശ്വാസത്തിനു വേണ്ടി പീഡനമേൽക്കുന്ന സകല മനുഷ്യരുടെയും പ്രതീകമായിട്ടാണ് ഈ 3 ചെറുപ്പക്കാർ നിൽക്കുക. അവർ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. അവർ പ്രത്യേകം പറയുന്നുമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. ദാനിയേൽ 3:17-18. അപ്പോഴിങ്ങനെ ദൈവത്തിനു വേണ്ടി നിലകൊണ്ട ആ വ്യക്തികളെ ദൈവം സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങി വന്നു. ചൂളയുടെ മധ്യത്തിൽ നിന്ന് അഗ്നിയെ ഊതിമാറ്റി തീച്ചൂളയുടെ മധ്യത്തിൽ ഒരു ശീതീകരിച്ച മുറി ഉണ്ടാക്കിയെന്നാണ് പറയുക. അവർക്ക് യാതൊരു കോട്ടവും തട്ടിയില്ല. അപ്പോൾ ചൂളയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു. അതൊരു വലിയ സാക്ഷ്യമായി മാറി. അവരെ നബുക്കദ്നേസർ തന്നെ പുറത്തു കൊണ്ടുവന്നു. നബുക്കദ്നേസർ ഉണ്ടാക്കിയ വിഗ്രഹമല്ല യഥാർത്ഥ ദൈവം, ഇസ്രായേൽക്കാർ വിശ്വസിക്കുന്ന ദൈവമാണെന്ന് ഏറ്റുപറയാൻ തയ്യാറായി. ഇപ്പോൾ ഈ 3 ചെറുപ്പക്കാർ ജീവൻ ത്യജിച്ചുകൊണ്ടും ദൈവനിയമത്തിനു വേണ്ടി നിലനിൽക്കാൻ സാധിച്ചതുകൊണ്ട് ആ ദേശത്ത് മുഴുവനും ദൈവവിശ്വാസം പ്രചരിക്കാനായിട്ട് കാരണമായി തീർന്നു. നിരീശ്വര പ്രസ്ഥാനങ്ങൾക്കെതിരെ, ദൈവനിഷേധത്തിനെതിരെ ശക്തമായി സുസംഘടിതമായി നിൽക്കാനുള്ള വിശ്വാസികളുടെ ദൗത്യത്തെയാണ്, കടമയാണ് ഈ സംഭവം അനുസ്മരിപ്പിക്കുക. ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമുക്കുമുണ്ടാവും. ഏത് അഗ്നിയിലൂടെ നടന്നു പോയാലും
നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന് യേശയ്യായിലൂടെ കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമുക്ക് ധൈര്യം നൽകട്ടെ. ദൈവത്തിനും അവിടുത്തെ നീതിക്കും അവിടുത്തെ രാജ്യത്തിനും വേണ്ടി നിൽക്കാൻ അവിടെ നമുക്ക് ശക്തി നൽകട്ടെ. ആമേൻ. താങ്ക് യു.